കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മാതാവിൻ്റെ അമലോത്ഭവത്തിനെക്കുറിച്ചാണ്. 1854 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ അമലോത്ഭവം അഥവാ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ബ്ലെസ്സഡ് വെർജിൻ മേരി. ആ വിശ്വാസ സത്യം പ്രഖ്യാപിച്ച ഇന്നെഫിബിലസ് ഡിയോസ് എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു: From the first moment of her conception, the Blessed Virgin Mary was, by the singular grace and privilege of Almighty God, and in view of the merits of Jesus Christ, Savior of mankind, kept free from all stains of original sin. അതായത്, പരിശുദ്ധ മറിയം ഉരുവായ നിമിഷം മുതൽ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപകളാലും രക്ഷകനായ ഈശോ മിശിഹായുടെ യോഗ്യതകളാലും ജന്മപാപത്തിൽ നിന്ന് പരിരക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം, മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരെല്ലാം ആദിപാപം മൂലം ഉത്ഭവപാപത്തിൽ ജനിക്കുന്നവരാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദവും ഹവ്വായും പാപമില്ലാതെ ദൈവകൃപ നിറഞ്ഞവരായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രണ്ടാമത്തെ ആദമെന്നും പരിശുദ്ധ മറിയത്തെ രണ്ടാമത്തെ ഹവ്വ എന്നും വചനത്തിലൂടെയും സഭാപിതാക്കന്മാരിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. 1 കൊറിന്തോസ് 15:45 പറയുന്നു: ആദ്യത്തെ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ഉൽപ്പത്തി 3:15 പറയുന്നു: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. നമുക്കറിയാം, രണ്ടാമത്തെ ആദമായി ഈശോ മിശിഹ പാപമില്ലാത്തവനായിരുന്നു. രണ്ടാമത്തെ ഹവ്വായായ പരിശുദ്ധ മറിയവും ആദ്യത്തെ ഹവ്വായെ പോലെ ജന്മപാപമില്ലാത്തവളായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 ഗബ്രിയേൽ മാലാഖ മാതാവിനെ അഭിവാദനം ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്ന്. വേറെ ഒന്നുകൂടി ചിന്തിച്ചാൽ, ഈശോ മിശിഹ വന്ന് പിറക്കേണ്ട ഇടം സ്വർഗം പോലെ പരിശുദ്ധമായിരിക്കണമല്ലോ. ആയതിനാൽ ദൈവം മാതാവിനെ തൻ്റെ ഉത്ഭവ സമയത്ത് തന്നെ പാപത്തിൽ നിന്ന് പരിരക്ഷിച്ചു. ഈശോ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നത് എത്ര നിർമ്മലമായ ഇടത്താണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അമ്മയുടെ അമലോത്ഭവം. നമ്മളും ഈശോയെ സ്വീകരിക്കാനും ഈശോ നമ്മളിൽ എപ്പോഴും വസിക്കാനും അതിയായി ആഗ്രഹിക്കുന്നവരാണ്. ഇതിന് സഭ കുദാശകളിലൂടെ വഴിയൊരുക്കുന്നു. ഓരോ വട്ടവും വിശുദ്ധ കുർബാനയിലൂടെ നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ മാതാവിനെ പോലെ ഈശോയ്ക്ക് പരിശുദ്ധമായ ഒരു വാസസ്ഥലം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും പാപത്തിലൂടെ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നുപോയാൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ദൈവകൃപ സ്വീകരിച്ച് നിർമ്മലരായി തീരാനും നമുക്ക് പരിശ്രമിക്കാം. അമ്മയെപ്പോലെ കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ അമ്മയെ മാതൃകയാക്കുകയും അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹം മാത്രമമ്മ, കൃപ നിറഞ്ഞ